കോഴിക്കോട് താമരശ്ശേരിയിലേക്കാണ്. അവിടെ കഴിഞ്ഞ 1.5 വർഷത്തിനിടെ നിരവധി അക്രമ സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പല കേസുകളിലും വില്ലൻ ലഹരിയുമാണ്. ഇവിടെ പോലീസ് ഇടപെടലുണ്ടെങ്കിലും സജീവമല്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. അടിവാരത്ത് പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന ആവശ്യം ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. സ്വന്തം ഉമ്മയെ കൊന്ന മകൻ, ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ഭർത്താവ്. കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് അക്രമ സംഭവങ്ങളുടെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടതാണ്. ഈ ലഹരി സംഘത്തെ പിടിച്ചുകെട്ടാൻ പോലീസും നാട്ടുകാരും കഠിന പ്രയത്നത്തിലുമാണ്. പക്ഷെ അപ്പോഴും ലഹരിയുടെ ഹബ്ബായി, ഹോട്ട്സ്പോട്ടായി താമരശ്ശേരി അങ്ങനെ തന്നെ തുടരുകയുമാണ്. കഴിഞ്ഞ വർഷം മാർച്ചിലാണ് താമരശ്ശേരിയിലെ അമ്പായത്തോട് വെച്ച് ഷാനിദ് എന്ന യുവാവ് MDMA വിഴുങ്ങിയത്. ചികിത്സയ്ക്ക് എത്തിച്ചെങ്കിലും ഷാനിദ് മരണപ്പെട്ടു. താമരശ്ശേരി അമ്പായത്തോട് പ്രദേശങ്ങളിൽ വ്യാപകമായി MDMA വിൽപ്പന നടത്തുന്നയാളാണ് ഷാനിദ് എന്ന പരാതി നേരത്തെ തന്നെ ഉയർന്നിരുന്നു. പോലീസ് പെട്രോളിങ്ങിനിടെ സംശയാസ്പദമായ രീതിയിൽ ഷാനിദിനെ കാണുകയും ഇതോടെ MDMA വിഴുങ്ങുകയുമാണ് ചെയ്തത്. ഗൾഫിലുണ്ടായിരുന്ന ജോലിയെല്ലാം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയതിനു ശേഷമായിരുന്നു MDA കച്ചവടത്തിൽ ഷാനിദ് സജീവമായത്. 1-2 വർഷമായി ജയിലിലൊക്കെ കിടക്കുന്ന ആളുകൾ, കാപ്പ ചുമത്തിയിട്ട് അകത്തുപോയ ആളുകളൊക്കെ ഈ പ്രദേശത്ത് തന്നെ ഉണ്ട്. കഴിഞ്ഞ ദിവസം പോലും കാപ്പ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് താമരശ്ശേരിയിൽ തന്നെ സ്വന്തം ഉമ്മയെ ആഷിഖ് എന്ന യുവാവ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ആഴത്തിലുള്ള 17 മുറിവുകളാണ് ഉമ്മ സുബൈദയുടെ ദേഹത്തുണ്ടായിരുന്നത്. ലഹരി ഉപയോഗിച്ചത് മൂലമുള്ള മാനസിക അസ്വാസ്ഥ്യമായിരുന്നു ആഷിഖിന്റെ ക്രൂര ചെയ്തികൾക്ക് പിന്നിൽ. കഴിഞ്ഞ വർഷം നോമ്പുകാലത്താണ് താമരശ്ശേരി കക്കാട് ലഹരിയുടെ ആസക്തിയിൽ ഒരു കൊലപാതകം നടന്നത്. ഷിബില എന്ന യുവതിയെ സ്വന്തം ഭർത്താവ് യാസിർ വെട്ടിക്കൊന്നു. ഇന്നും ആ വേദന ഷിബിലയുടെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും തീർന്നിട്ടില്ല. ഒരുപാട് പേടിച്ചുകൊണ്ടാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. ഞാനും എൻ്റെ കുടുംബവും. അവൻ പുറത്തിറങ്ങിക്കുകയാണെങ്കിൽ അവൻ ഞങ്ങളെയും കൂടെ കൊല്ലൂ, അതിൽ യാതൊരു സംശയവുമില്ല. സ്വന്തം മകൾ നഷ്ടപ്പെട്ടതിൻ്റെ വേദന മാത്രമല്ല, മകളുടെ മരണത്തിനു ശേഷം മാനസികമായും ശാരീരികമായും തളർന്നതിൻ്റെ അവശതയുടെ വാക്കുകൾ കൂടെയാണത്. താമരശ്ശേരിയിൽ നിന്ന് 7 കിലോമീറ്റർ മാറിയാണ് ഈങ്ങാപ്പുഴ. 2025 ഫെബ്രുവരി അവസാന വാരമാണ് ഷിബില എന്ന യുവതിയെ ഭർത്താവ് യാസിർ വെട്ടിക്കൊലപ്പെടുത്തിയത്. അതിനു പിന്നിലും ലഹരിയായിരുന്നു വില്ലൻ. യാസിറിൽ നിന്ന് നിരന്തരമായി ഭീഷണിയുണ്ടെന്ന് കാണിച്ച് താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടും ആവശ്യമായ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെന്നും ഷിബിലയുടെ കുടുംബം അന്ന് കരഞ്ഞു പറഞ്ഞിരുന്നു. ഉമ്മയെ കൊന്ന ആഷിഖും ഭാര്യയെ കൊന്ന യാസിറും ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളായിരുന്നുവെന്ന വിവരങ്ങളും പിന്നീട് പുറത്തു വന്നു. അവൻ്റെ അനുയായികൾ ഒരുപാടുണ്ട്, അത് നമുക്കറിയാം. അവൻ്റെ വീട്ടുകാരെപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഉള്ളൊരു ഭയം. അവർ എന്തും ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 28-നാണ് താമരശ്ശേരി പഴയ സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഷഹബാസ് കൊല്ലപ്പെട്ടത്. നഞ്ചക്കിനാൽ ഷഹബാസിന്റെ തലക്കടിക്കുമ്പോൾ ആ വിദ്യാർത്ഥികളുടെ മനസ്സിൽ എന്തായിരുന്നുവെന്നതും ചോദ്യചിഹ്നമായി തുടരുകയാണ്. കർണാടകയിൽ നിന്നും മറ്റും ചുരമിറങ്ങി വരുന്ന വാഹനങ്ങളിൽ പലപ്പോഴും ലഹരി എത്തുന്നുണ്ട്. ലഹരി കൈമാറാനും വിൽക്കാനും താമരശ്ശേരി ഒരു സ്പോട്ടായി മാറി. ആ ലഹരിയുടെ ആസക്തിയിൽ താമരശ്ശേരിയിൽ അക്രമ സംഭവങ്ങളും ആവർത്തിക്കുകയാണ്. ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാർ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം. നേരത്തെ ഇവിടെ ഒരു വീടൊക്കെ എറിഞ്ഞു പൊളിച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ കേന്ദ്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ വീട്ടിൽ ചെന്ന് അവിടെ മർദ്ദനം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ തടയണം. അതിലെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിന് പ്രവർത്തനം ഉണ്ടാവണം. അതിൽ നാട്ടുകാരെ ഇപ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിച്ച് കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് എന്താക്കണം, അതിൻ്റേതായ രീതിയിൽ അവർ നേരിടണം. ഒരുപാട് ബസ് മാർഗങ്ങളിലൊക്കെ ലഹരി വരുന്ന സമയത്ത് കൈമാറ്റം ചെയ്യുന്നൊക്കെ ഒരു കേന്ദ്രമായി താമരശ്ശേരി മാറി. അടിവാരത്തൊരു പോലീസ് സ്റ്റേഷൻ കൂടെ വേണമെന്ന് നമ്മൾ പൊതുപ്രവർത്തകരൊക്കെ ആവശ്യപ്പെട്ടതാണ്. എയ്ഡ് പോസ്റ്റ് പോലും വേണ്ട രീതിയിൽ ഇപ്പം പ്രവർത്തിക്കുന്നില്ല.
ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ ഏറെ പേരു കേട്ട നാടാണ് താമരശ്ശേരി. പക്ഷേ താമരശ്ശേരിയെ തേടിയെത്തുന്ന ലഹരി സംഘങ്ങൾ ഈ നാടിനെ വല്ലാതെ ആശങ്കയിലാക്കുന്നുണ്ട്. ലഹരി സംഘത്തെ പിടിച്ചുകെട്ടണം, സങ്കേതങ്ങൾ പൊളിക്കണം. അതിന് പോലീസ് നിഷ്ക്രിയത്വം അവസാനിപ്പിച്ച് നല്ല ഇടപെടൽ നടത്തണം. ക്യാമറമാൻ ജസ്റ്റിൻ മാത്യുവിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.